So hello guys, welcome back to my YouTube channel. It's me Gamer Saleh. Guys, അപ്പോൾ ആണെങ്കിൽ ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് അല്ലെങ്കിൽ ഒരു ഫുൾ വീഡിയോ ചെയ്യുന്നത്. ഏതാണ്ട് 3 മാസം 4 മാസമായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ കൂടെ ഗോഡ് പോക്കിലുണ്ട്. ഇവനും ഞാനുമായിട്ട് ലാസ്റ്റായിട്ട് വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു 3-4 മാസമായി അതും. അതേപോലെ ഗൈസ് ഇവൻ്റെ പേരാണെങ്കിൽ കേമ്പോക്കിരി എന്നായിരുന്നു. അവൻ ഗോഡ് പോക്കിരി എന്നാക്കി. എൻ്റെ പേര് സെയ്ത്ത് എന്നായിരുന്നു. സെയ്ത്ത് മാറ്റി KL23 സാലിഹ് എന്നാക്കി. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾ നേരെ ഒരേ ഡ്രസ് കോമ്പിനേഷൻ ഇട്ടിട്ട് ഒരു CS മാച്ച് സ്റ്റാർട്ട് ചെയ്തതാണ്. സ്റ്റാർട്ട് അടിക്കാമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു യെസ് ഓക്കെ എന്ന് പറഞ്ഞ്. അങ്ങനെ ഗൈസ് നമ്മളിന്ന് USP ആണ് എടുത്തിട്ടുള്ളത്. ആദ്യം എടുത്ത വോയിസ് ഒക്കെ ആണെങ്കിൽ കേൾക്കുന്നില്ലായിരുന്നു, എന്തോ ബഗ് പറ്റിയായിരുന്നു. പിന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് നല്ല ലാഗ് ഉണ്ട് ഫോണിൽ, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. ഇടയ്ക്ക് നോയ്സൊക്കെ വരുമായിരിക്കും, അത് ക്ഷമിക്കുക ഗൈസ്. അപ്പോൾ ഇന്നത്തെ ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് ചോദിച്ചാൽ 100 ലൈക്കാണ് ഗൈസ്. 1K ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ ഒരു റെഡിയും കോഡും തരുന്നതായിരിക്കും ഗൈസ്. അപ്പോഴാണെങ്കിൽ ഞാൻ ഇവിടെ ആണെങ്കിൽ കേമ്പോക്കിരിയുടെ കില്ല് നൈസായിട്ട് കുമ്മിയിട്ടുണ്ട്. കേമ്പോക്കിരി അല്ല, ഗോഡ് പോക്കിരിയുടെ കില്ല് നൈസായിട്ട് കുമ്മിയിട്ടുണ്ട്. ഹെഡ് ഷോട്ട് കൊടുത്തതാണ്, പക്ഷേ ബോഡി ഷോട്ടിൻ്റെ കില്ലാണ് എനിക്ക് കിട്ടിയത് ഗൈസ്. അപ്പോഴാണെങ്കിൽ അവസാനത്തെ എനിമിയുടെ ഒരു മാർക്കിങ് എനിക്ക് ഇവിടെ വരെ വന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് നോക്കിയപ്പോഴത്തേക്കും ഒരുത്തൻ ചാടി വന്ന്, പക്ഷെ എനിക്ക് പറ്റത്തില്ലായിരുന്നു. കാരണം എനിക്ക് നല്ല ലാഗ് അടിച്ചിട്ട് ഞാനാണെങ്കിൽ കണ്ടം പിടിക്കാൻ വേണ്ടി ഓടുമായിരുന്നു. എന്നെ കൊന്നില്ല പക്ഷെ അവൻ ഗൈസ്. അങ്ങനെ ഈ റൗണ്ട് നമ്മൾ ജയിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ആണെങ്കിൽ ഇത് നെക്സ്റ്റ് റൗണ്ട് നമ്മുടെ നേരെ എവിടാ പോച്ചിനോക്കിലാണ് ഗൈസ്. അപ്പം ഞാൻ ആദ്യം മാഗ് എടുത്തിട്ട് വിചാരിച്ച് മാഗ് വേണ്ട, മാഗ് എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ നേരെ XM8 ആണ് ഗൈസ് നമ്മൾ എടുത്തിട്ടുള്ളത്. XM8 എടുത്തിട്ട് നൈസായിട്ട് കളിക്കാമെന്ന് വിചാരിച്ചാണ് ഗൈസ്. പുതിയ ആണെങ്കിൽ വെപ്പൺ റോയലിലെ സ്കിന്നൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. എങ്ങനെയുണ്ട് ആ സ്കിന്ന്? ഞാൻ ഇത് യൂസ് ചെയ്യുന്ന ആദ്യം ഇപ്പോഴാണ് ഗൈസ്. നമുക്കൊന്ന് കളിച്ച് നോക്കാം, ഇത് കൊള്ളാവോ ഇല്ലയോ നമുക്ക് നോക്കാം ഗൈസ്. നമ്മൾ സ്കോപ്പിട്ട് അടിക്കാൻ നോക്കുകയാണ്. ഫുള്ള് നല്ല ഹെൽത്ത് അവന്മാർ കുറച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഹീൽ അടിച്ചിട്ട് പോയി അടിക്കാൻ നോക്കാണ്. എൻ്റെ മോനെ ഇതാ കേസ്. ഗോഡ് പോക്കറാണെങ്കിൽ അപ്പം ആണെങ്കിൽ ഒരുത്തനെ കൊന്നിട്ടുണ്ട്. രണ്ടാമത്തേനെ അവൻ തന്നെ അടിച്ചിട്ടുണ്ട്. രണ്ടാമത്തേനെ വേറൊരുത്തനെ അടിച്ചിട്ടെന്ന്. ഞാൻ ഗോഡ് പോക്കറിയുടെ കില്ല് നൈസായിട്ട് കുമ്മിയിട്ടുണ്ട് ഗൈസ്. അയ്യോ വാവ ചെറുക്കൻ. അങ്ങനെ ഈ റൗണ്ട് ഇല്ല, ലാസ്റ്റ് എനിമിയും കൂടി ഉണ്ട് ഗൈസ്. ജയിച്ചിട്ടില്ല, ലാസ്റ്റ് എനിമിയും കൂടി ഉണ്ട്. അപ്പം ഞാൻ അവനോട് പറഞ്ഞായിരുന്നു നിനക്ക് ഫുട്വെയർ വന്നിട്ടുണ്ട്, നീ അങ്ങോട്ട് ചെല്ലല്ലേ, ചിലപ്പോൾ അടി കിട്ടുമെന്ന്. ആ നേരെ ചെന്ന് അവനെ അങ്ങനെ നൈസായിട്ട് അങ്ങ് തട്ടിയിട്ടുണ്ട് ഗൈസ്. അല്ല ഞാനാ തട്ടിയത്, ഞാൻ മറന്നുപോയി, ഞാനാ അവനെ കൊന്നേ. ഏതാ ഗൈസ്. അപ്പോൾ നമ്മളാണെങ്കിൽ നെക്സ്റ്റ് റൗണ്ട് ഏതോ ഒരു ഡാമൻ്റെ അടുത്തം കണ്ടാണ് വന്നിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഗണ്ണെന്ന് ചോദിച്ചാൽ തോംസൺ ആണ്. ഒരുത്തൻ തറയിൽ കിടന്ന് കിട്ടിയതാണ്. പ്ലസ് ഇതെല്ലാം വാങ്ങിച്ച് പിന്നെ 5-6 ഗ്ലൂവാളും വാങ്ങിച്ച് നേരെ റൗണ്ട് സ്റ്റാർട്ടായിട്ടുണ്ട് ഗൈസ്. അപ്പോഴാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 14 സബ്സ്ക്രൈബേഴ്സാണ് ഗൈസ്. ഏതോ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. പ്ലീസ് സപ്പോർട്ട്. അപ്പം അവന്മാർ കാണുന്നൊന്നുമില്ല ആരെയും. അതുകൊണ്ട് ഞാൻ ഈ വഴിക്കൂടെ ചെന്നിട്ട് ആ വഴിക്കൂടെ ചെല്ലാൻ നോക്കിയാണ്. എൻ്റെ ഡിസ്പ്ലേ ഇടയ്ക്കാണെങ്കിൽ ഇല്ല വൈറ്റ് കളർ ആവുന്നുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോഴാണെങ്കിൽ ലോങ്ങിന്ന് മിഡിൽ നിന്നാണെങ്കിൽ ഒരുത്തൻ MP40 വെച്ച് തന്നെ കുത്തിപ്പിടിച്ച് ഗൈസ്. ഞാൻ കണ്ടില്ല, മറ്റവനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവൻ എന്നെ അടിച്ച്. അപ്പം നമ്മൾ രക്ഷകനായിട്ട് ഗോഡ് പോക്കിരി വന്ന് നമ്മൾ റിവൈവ് ചെയ്ത്. പിന്നെയാണ് വേറൊരു കാര്യം, ഞാൻ അവിടെ ഹീൽ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ പുറകിൽ നിന്ന് തന്നെ ഒരുത്ത സ്നൈപ്പർ വെച്ച് തലയ്ക്ക് നോക്കി അടിച്ചു. ഞാൻ അവിടെ പിന്നെയും ചത്ത്. അങ്ങനെ എനിക്ക് 150 ഡാമേജ് കിട്ടി. പക്ഷേ പോക്കിരിക്കും കൂടി കിട്ടേണ്ട നമ്മുടെ ടീമേറ്റ് 1 ടാപ്പോ ഹെഡ്ഷോട്ട് അങ്ങാണ്ട് അടിച്ച്. ഗോഡ് പോക്കിരി എനിക്ക് ഇത്തിരി ലൈഫേ ഉള്ളായിരുന്നു ഗൈസ്. ഗോഡ് പോക്കിരി നമ്മൾ റിവൈവ് ചെയ്ത് ഗൈസ്. അവന് വേണമെങ്കിലും നിങ്ങൾ ഒരു ലൈക്ക് അടിക്കുക ഗൈസ്. എന്നിട്ടാണെങ്കിൽ നമ്മൾ ഈ റൗണ്ട് നൈസായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത റൗണ്ടിൽ ഏത് സ്ഥലമാണ്? അടുത്ത റൗണ്ട് ഏത് സ്ഥലമായിരിക്കും? അടുത്ത റൗണ്ട് ഏത് സ്ഥലം? മാർസ് ഇലക്ട്രിക്കിലാണ് അടുത്ത റൗണ്ട് വന്നിട്ടുള്ളത് ഗൈസ്.
എന്തായാലും ഇക്കളി ബുയി അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം ഒപ്പോണൻ്റെ ടീം വലിയ ഇതൊന്നുമില്ല, വലിയ പ്ലേയേഴ്സ് അല്ല. എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഹീറോയ്ക്കായിട്ടും വലിയ പ്ലേയേഴ്സ് ഒന്നുമല്ല വരുന്നത്. എന്തായാലും നമുക്ക് നല്ല കാര്യമല്ലേ, അപ്പുറത്തെ വലിയ ടീമൊന്നും വന്നില്ലെങ്കിൽ നമുക്ക് നല്ല കാര്യം. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ജയിക്കാമല്ലോ. നമ്മുടെ ടീമും നല്ല പ്ലേയേഴ്സാണ്. ഇവിടെ വെച്ചാണെങ്കിൽ ഞാനും പോക്കിരിയും കൂടി ഒരുമിച്ച് പോയതാണ്. പിന്നെ ഇവിടെ വെച്ച് ഞാൻ എനിമീസിനെ അടിക്കാൻ നോക്കി, പക്ഷെ ഒരുത്തനെ പോലും കിട്ടിയില്ല. അത് വേറെ കാര്യം. ഇവിടെ വന്നിട്ട് ഞാനാണെങ്കിൽ MP40 വെച്ചിട്ട് കണ്ടാണ് ഗൈസ്, അത് പറഞ്ഞറിയിക്കാനുള്ളതല്ല. അവിടെ വെച്ചിട്ട് ഒരുത്തന് പോലും ഡാമേജ് വരുന്നില്ല. അവസാനം ഒരുത്തൻ കയറി വന്ന് ഒരു OP വാല ഹെഡ് ഷോട്ട് അടിച്ച് ഞാൻ അവനെ ഡൗൺ ആക്കിയിട്ടുണ്ട് ഗൈസ്. രണ്ടാമത്തതിന് 137 ഹെഡ് ഷോട്ട് കൊടുത്തു, പക്ഷെ എന്നെ റിവൈവ് ചെയ്യാൻ പറ്റിയില്ല. അവൻ്റെ ടീമേറ്റ് ഓടി വന്നുകൊണ്ട് അവനാണെങ്കിൽ പോക്കിറാണെങ്കിൽ അടിക്കാൻ നോക്കി, അവനും വീണുപോയി. അവൻ്റെ മാഗായിരുന്നു ഗൈസ്, അവൻ കുത്തി പിടിച്ചു നല്ല രീതി. അതേപോലെ ലാസ്റ്റ് എനിമി ഗൈസ്, നമ്മുടെ പോക്കിറിനെ റിവൈവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ടീമേറ്റ് ചെല്ലുന്നുണ്ട് ഗൈസ്. ഏതാ ഗൈസ്, നമ്മുടെ ടീമേറ്റ് ആണെങ്കിൽ പോക്കിറിനെ റിവൈവ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ലാസ്റ്റത്തെ എനിമി ഗൈസ്, അവൻ എവിടാണ്? ഓ, നമ്മുടെ ടീമേറ്റ് അവനെയും കൊന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, സൈനിങ് ഔട്ട്.